ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ഡൽഹിയിൽ എയർ സൈറൺ അത് പരീക്ഷിക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് ശേഷം എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അനുജ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സൗത്ത് ബ്ലോക്കിനും നോർത്ത് ബ്ലോക്കിനും ഇടയിലാണ്. ഇവിടെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുരക്ഷ ഏറിയ ഒരു മേഖല ഇവിടെ തന്നെയായിരിക്കും. ഇതിന് തൊട്ടടുത്താണ് രാഷ്ട്രപതി ഭവൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങൾ. ദില്ലി ഏതായാലും ഹൈ അലേർട്ടിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ദില്ലിയിൽ ഒരു ഹൈ അലേർട്ടുണ്ട്. അതായത് ദില്ലിയിൽ ഇത്തരത്തിലുള്ള തന്ത്രപ്രധാന സ്ഥാപനങ്ങളുണ്ട്, ഒപ്പം സ്മാരകങ്ങൾ, പഴയ പല സ്മാരകങ്ങളുമുണ്ട്, ചരിത്ര പ്രാധാന്യമുള്ള. ഇവിടെയൊക്കെ തന്നെ സുരക്ഷ ഈ ഘട്ടത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വലിയ പോലീസിനെ ഈ മേഖലകളിലുണ്ട്. ഇന്നലെ പാകിസ്ഥാൻ വ്യോമാക്രമണം തുടങ്ങിയ സമയത്ത് ഡ്രോണുകളും മറ്റും അയച്ചുള്ള ആക്രമണം തുടങ്ങിയതിന് തൊട്ട് പിന്നാലെ ഇന്ത്യ ഗേറ്റ് പരിസരത്ത് നിന്ന് ആളുകളെയൊക്കെ തന്നെ വളരെ വേഗത്തിൽ ഒഴിപ്പിച്ചിരുന്നു. ഏതാണ്ട് അതൊരു ഡെസേർട്ടഡ്, അവിടെ ആളുകളില്ലാത്ത തരത്തിൽ അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ദില്ലി നഗരമുള്ളത്. അതിനൊപ്പമാണ് ചില ട്രയലുകൾ. ഇത്തരമൊരു വ്യോമാക്രമണം അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയാൽ അതിനെ നേരിടുന്നതിന് വേണ്ടി നേരത്തെ മോക്ഡ്രിൽ ഏറ്റവും ഭംഗിയായി രാജ്യത്ത് നടപ്പാക്കിയ ഒരു ഇടം ദില്ലി തന്നെയാണ്. ഞാൻ ഈ ഖാൻ മാർക്കറ്റിൽ അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. ഏതായാലും ദില്ലിയിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ITO പരിസരത്താണ് സൈറനുകൾ, എയർ സൈറനുകൾ അപായ മുന്നറിയിപ്പ് നൽകുക. ഏതാണ്ട് 20 മിനിറ്റ് നേരത്തോളം ആ സൈറനുകൾ മുഴങ്ങും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന കാര്യങ്ങളിൽ ജനങ്ങൾക്കൊരു ഒരു മുൻകൂട്ടിയുള്ള ഒരു ബോധവൽക്കരണമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എയർ സൈറനുകൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ മാറേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങളായിരിക്കും ITO പരിസരത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ദില്ലി ഈസ് ഇൻ ഹൈ അലേർട്ടിലാണ് ദില്ലി ഈ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ന്യൂഡൽഹി ഈ ഘട്ടത്തിലുള്ളത്. രാജ്യ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാൻ ഒരുപക്ഷെ അത്ര വലിയൊരു സാഹസത്തിന് മുതിർന്നേക്കില്ല. എന്നാൽ പോലും നമ്മൾ അങ്ങനെയൊന്ന് കരുതിയിരിക്കണം. കാരണം ആരെയും അങ്ങനെ കുറച്ച് കാണാൻ പാടില്ല ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ എന്നതാണ് പൊതുവെയുള്ള ഒരു നിലപാട്. ഏതായാലും പ്രധാനപ്പെട്ട ചർച്ചകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ മന്ത്രി പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ കാണുന്നു, CDSനെ കാണുന്നുണ്ട്. ഇപ്പോൾ DRDOയുടെ ചീഫിനെ കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അത് ഈ പ്രതിരോധ വകുപ്പിൻ്റെ ഓഫീസിൽ, മന്ത്രാലയത്തിൽ വെച്ച് തന്നെയായിരിക്കും, ഈ സൗത്ത് ബ്ലോക്കിലെ ഓഫീസിൽ വെച്ചായിരിക്കും ആ യോഗം നടക്കുക. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ, ടെക്നോളജികൾ, അതൊക്കെ തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന കാര്യങ്ങളായിരിക്കും ആശയവിനിമയം നടത്തുക. നമുക്ക് ഇന്നലെ തന്നെ ആകാശ് പോലെയുള്ള മിസൈലുകൾ, വിമാനവേദ മിസൈലുകൾ ഏത് തരത്തിൽ നമുക്ക് ഉപയോഗപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. പാകിസ്ഥാൻ്റെ പോർ വിമാനങ്ങളെ വെടിവെച്ചിട്ട് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ ടെക്നോളജി, പുതിയ സംവിധാനങ്ങൾ എന്തൊക്കെ നമ്മളുടെ കൈവശമുണ്ട് എന്ന കാര്യത്തിൽ ഒരു അവലോകനം നടത്താൻ വേണ്ടിയാണ് DRDOയുടെ ചീഫിനെ കൂടി, മേധാവിയെ കൂടി ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത്. അതേസമയം അമിത്ഷാ അല്പസമയം മുമ്പ് ഇവിടെ ആഭ്യന്തര വകുപ്പിൽ വന്നിരുന്നു. ആ മന്ത്രാലയത്തിൽ വന്ന് അവിടെ നിന്ന് ഇപ്പോൾ മടങ്ങിപ്പോയതാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഇപ്പോൾ യോഗങ്ങൾ നടക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട പാരാമിലിറ്ററി വിഭാഗങ്ങളുടെ മേധാവിമാർ അവിടെ യോഗത്തിലേക്ക് എത്തുന്നുണ്ട്. BSF അടക്കമുള്ള സേനകളോട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ത് എന്ന കാര്യം വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. തുടർച്ചയായി അത് നൽകുന്നതാണ്. മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ട് അത്തരം നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് നൽകിയതാണ്. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ജാഗ്രത നൽകിയിട്ടുള്ളത്. ഇന്നലെയും ആ തരത്തിൽ തന്നെ ആശയവിനിമയം ഇന്നലെ രാത്രിയും നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഏതാണ്ട് പൂർണ്ണ സമയം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ തന്നെ ഈ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നുണ്ട്. അജിത് ഡോവൽ കൂടി ഇത്തരം ചർച്ചകളുടെ ഭാഗമായി ഇന്നും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ വളരെ കരുതി ജാഗ്രതയോടെ പാകിസ്ഥാൻ ഇന്നലെ ചെയ്ത സാഹസത്തിന് തിരിച്ചടി നൽകിയതാണ്. എന്നാൽ പോലും ഇനി വീണ്ടും പാകിസ്ഥാൻ അത്തരം സാഹസങ്ങൾക്ക് മുതിരാനുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അതീവ ജാഗ്രതയിലാണ്. യഥാർത്ഥത്തിൽ അത്തരം ഒരു ജാഗ്രത നമ്മൾ കാട്ടിയത് കൊണ്ട് മാത്രമാണ് ഗുജറാത്ത് മുതൽ അങ്ങ് ജമ്മു കാശ്മീർ വരെയുള്ള നമ്മുടെ അതിർത്തി മേഖലയിൽ ഒരിടത്ത് പോലും പാകിസ്ഥാൻ്റെ മിസൈലുകൾ എന്തെങ്കിലും തരത്തിൽ നാശം വിതയ്ക്കാതെ പോയത്, ഡ്രോണുകൾക്ക് ഒന്നും ചെയ്യാനാകാതെ പോയത്. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ശത്രുവിൻ്റെ എല്ലാ ആയുധങ്ങളെയും തകർക്കാനും അവരുടെ 3 ഫൈറ്റർ ജെറ്റുകളെ വെടിവെച്ചിടാൻ, അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ പോർ വിമാനങ്ങളെ വെടിവെച്ചിടാനും കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ രാജ്യം ജാഗ്രതയിലാണ്. രാജ്യ തലസ്ഥാനത്ത് കൂടി ആ ജാഗ്രത ശക്തമാക്കുന്നുണ്ട്. ജനങ്ങളെ കൂടി ഈ കാര്യത്തിൽ അവർക്ക് കൂടി ആത്മവിശ്വാസം നൽകേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ കൂടിയാണ്. കാരണം ജനങ്ങളുടെ ഒരു മൊറയിൽ കൂടി നമ്മുടെ സൈന്യത്തിന് നൽകുന്ന ഒരു ബൂസ്റ്റ്, അവർക്ക് നൽകുന്ന ഒരു കരുത്ത്, അത് വളരെ വലുതാണ് ഇത്തരം സാഹചര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ ആക്റ്റീവായി ചില ലക്ഷ്യങ്ങൾ ഉണ്ട്. ഈ മോക്ക് ഡ്രിൽ അടക്കം നടക്കുന്നതിൽ ആക്റ്റീവായ ലക്ഷ്യങ്ങൾ, ഇതുപോലെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അവർക്കുള്ള മുന്നറിയിപ്പ്
മുന്നറിയിപ്പ് നൽകുക, അവർക്ക് ഏത് തരത്തിൽ ശത്രുവിൻ്റെ ആയുധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ആക്റ്റീവായിട്ടുള്ളത്. അതേസമയം പാസീവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് ജനങ്ങളുടെ മൊറയിൽ അവരുടെ ഒരു വിശ്വാസം, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം. അങ്ങനെ ജനങ്ങൾ ഉറച്ചു നിന്നാലാണ് യഥാർത്ഥത്തിൽ അതിർത്തിയിൽ നമ്മുടെ ജവാന്മാർക്ക്, നമ്മുടെ സൈനികർക്ക് പാകിസ്ഥാൻ ഉയർത്തുന്ന ഏത് വെല്ലുവിളിയെയും അനായാസം നേരിടാൻ കഴിയുന്നത്. അങ്ങനെ നമ്മുടെ സൈന്യവും ജനങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഒരേ മനസ്സോടെ നിൽക്കേണ്ടത് വളരെ പ്രധാനമാണ്. രാജ്യമൊട്ടാകെ വലിയ ജാഗ്രതയിലാണ്. അതിനിടെയാണ് ഡൽഹിയിൽ ഉന്നതതല യോഗങ്ങൾ ഇന്നും തുടരുന്നത്. മാധ്യമങ്ങൾക്കും നിർദ്ദേശമുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സുരക്ഷാ സേനയുടെ നീക്കങ്ങളുടെയും തത്സമയ കവറേജിൽ നിന്ന് വിട്ടുനിൽക്കണം. ഉത്തരവാദിത്വ ബോധത്തോടെ വേണം ഇത്തരം കാര്യങ്ങൾ ലൈവായി ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ എന്നതുൾപ്പെടെ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം വന്നിരിക്കുന്നു. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് അപകടമുണ്ടാക്കും. എല്ലാ മാധ്യമങ്ങളും ജാഗ്രതയോടും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കണം എന്നത് പ്രതിരോധ മന്ത്രാലയം പറയുകയാണ്.